ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാമിൻ്റെ 20 ഡേയ്സ് സീരീസ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് മാത്സിലെ ഒട്ടുമിക്ക പോർഷൻസും അതുപോലെ തന്നെ നമ്മൾ റീസണിങ് ആണെങ്കിലും ബാക്കിയുള്ള പോർഷൻസ് സബ്ജക്റ്റുകളാണെങ്കിലും ഒക്കെ നമ്മൾ ഡീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്സ് നമ്മൾ ഇനി ചെയ്ത് തുടങ്ങിയത് റിവിഷൻ ആയിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ റിവിഷൻ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫേസ് വാല്യൂസ് ഓഫ് 6 and 5 in 6, 1, 8, 2, 7, 3, 5, 4. പ്ലേസ് വാല്യൂ ആണ് 1s, 10s, 100. അപ്പൊ ഇവിടെ 50, 300, 7000, 20,000 അങ്ങനെ വരിക. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തന്നിരിക്കുന്ന വാല്യൂ മാത്രമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഫേസ് വാല്യൂ 6ഉം 5ഉം ആണ്. 6 + 5 എന്താണ്? 11 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫേസ് വാല്യൂ എന്താണ്, പ്ലേസ് വാല്യൂ എന്താണ് എന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് വരിക. ഓക്കെ, നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിനകത്ത് പ്ലേലിസ്റ്റിനകത്ത് ഉണ്ടാവും. The price of sugar increased by 10%. A family of 5 members did not want to increase their expenditure. What is the percentage reduction in their consumption of sugar? ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും? ഇപ്പോ 100 രൂപയ്ക്ക് 10 കിലോ ഷുഗർ ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കും. ഓക്കെ, 100 രൂപയ്ക്ക് 10 കിലോ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 10% ഇൻക്രീസ് ചെയ്താൽ 110 രൂപയാവും അല്ലെ. 110 രൂപയ്ക്ക് നമുക്ക് എത്ര തന്നെ മതി? 10 കിലോ തന്നെ മതി. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 10 കിലോ തന്നെ മതി. അങ്ങനെയാണെങ്കിൽ അവർ കൺസ്യൂം ചെയ്യുന്നതിൽ എത്ര കുറവ് വരും എന്നാണ് പറയണത്. ഓക്കെ, അതായത് ഇപ്പൊ 10 കിലോ ആണെങ്കിൽ ഒരാള് 2 കിലോ വെച്ചാണ് ഷുഗർ കൺസ്യൂം ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ 110 രൂപയ്ക്ക് 10 കിലോ 110 രൂപയ്ക്ക് നമുക്ക് എന്ത് മതി? 10 കിലോ മതി. 110 രൂപയ്ക്ക് 10 കിലോ എന്നല്ല, 110 രൂപയ്ക്ക് 10 കിലോ കിട്ടുന്ന സമയത്തും എത്ര രൂപയ്ക്ക് അവർ വാങ്ങിക്കണുള്ളൂ? 100 രൂപയ്ക്കേ വാങ്ങിക്കണുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ഒരു കൺസെപ്ഷൻ കുറയും. അതായത് 10 കിലോ കിട്ടില്ല അല്ലെ, എത്രയോ കിലോ കുറഞ്ഞിട്ടാണ് അവർക്ക് കിട്ടുക. അപ്പൊ പെർസെന്റേജ് റിഡക്ഷൻ എങ്ങനെയാ വരുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ 100ന്റെ കേസിൽ തന്നെ വെച്ച് നോക്കിയാൽ മതി അല്ലെ നമുക്ക്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 110 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിലോയ്ക്ക് 11 രൂപയാണെന്ന് നമുക്ക് കിട്ടി അല്ലെ. 1 കിലോയ്ക്ക് 11 രൂപയാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് 100 രൂപയ്ക്ക് 11 കിലോ വേണം അല്ലെ. 100 രൂപയ്ക്ക് എന്ത് വേണം? 100 രൂപയ്ക്ക് 11. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? എത്രയാണ് നമ്മൾ അവിടെ കുറയണത് എന്നുള്ളത് കിട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇത് എത്രയാ വരിക? 9.09 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ കൺസെപ്ഷൻ എത്രയാണ് കുറയണത്? 9.09 ആണ് കുറയണത്. കാരണം എന്താണ്? 110 രൂപയ്ക്ക് നമുക്ക് 10 കിലോ കിട്ടുന്നത്. 1 കിലോന്റെ വില എത്രയാണ്? 11 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപ 1 കിലോ വരുന്ന പഞ്ചസാര 1 കിലോന്റെ വില ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുക്കുന്ന പൈസ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? 9.09 ആണ് കിട്ടുക. അപ്പൊ അത്രയും കുറച്ചിട്ടാണ് അവരുടെ കൺസെപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, in a school the number of boys and girls were in the ratio 5:7. ഓക്കെ, അപ്പൊ 5x ഉം 7x ഉം ആണ് വരുന്നത്. 8 more boys were admitted during the session. 8 ബോയ്സ് കൂടെ ആഡ് ആയി. ഓക്കെ, the new ratio of girls and boys, പുതിയ റേഷ്യോ 1:1, that is 1/1. അപ്പൊ ആദ്യം ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരുന്നു എന്നാ ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് 7 - 5x എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാം? 5x + 8 = 7x എന്ന് കിട്ടും. 5x ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ 8 = 2x എന്ന് വരും. എക്സിന്റെ വാല്യൂ എത്ര വരും? 4 എന്ന് വരും അല്ലെ. അപ്പൊ ഇനി ഇവിടെ എത്രയാണ്? 7 4s are
എത്രയാ വരിക? 7 4s are 28 എന്ന് വരും. 5 4s are 20. 28 minus 20 എന്ന് പറയുമ്പോൾ 8 ആണ് വരുന്നത്. 8 ആണ് അവർ തമ്മിലുള്ള ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് റേഷ്യോ പ്രൊപ്പോർഷനിൽ വരുന്നതാണ്. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കുക. ചോദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. അടുത്തത്, what is the mean of the first 5 prime numbers? എളുപ്പമാണ് അല്ലെ? ആദ്യത്തെ 5 പ്രൈം നമ്പേഴ്സ് ഏതാണ്? 2 plus 3 plus 5 plus 11 plus 13 divided by 5 ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്കിക്കോ, 5 plus 2 7 ആണ്. 7 plus 13 എത്രയാണ്? 7 plus 3 10, 10 plus 10 20, 20 plus 10 30, 31, 31 plus 3 34 എന്ന് വരും. ആണോ? അല്ല, എന്തോ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോറി, ഇവിടെ 7 നമ്മൾ ആഡ് ചെയ്തില്ല, ഇവിടെ 11 ആണ് വരുന്നത്. തെറ്റിപ്പോയതാ, സോറി. അപ്പൊ ഇപ്പൊ എന്ത് വരും? 7 plus 3 10, 10 plus 5 15, 15 plus 2 16, 17 plus 10 27 plus 1 28 divided by 5 എന്നാണ് വരിക. 5 5s are 25 ആണ് വരിക 8 ന്ന്. അപ്പൊ ഇവിടെ 5 വരും. ബാലൻസ് ഇവിടെ എത്രയാ വരുന്നത്? ബാലൻസ് ഇവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലെ? 0.3 ഉണ്ട്. അപ്പൊ 3 എത്രയാണ്? 0 ഇട്ട് കൊടുക്കുമ്പോ 6. 5.6 ആണ് മീൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അടുത്തത്, rupees 800 becomes rupees 956 in 3 years at a certain rate of simple interest. If the rate of interest is increased by 4%, what amount will rupees 800 become in 3 years? Okay, അപ്പൊ 3 വർഷം കൊണ്ട് 800 എത്രയായി? 956 ആയി. അപ്പൊ 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 156 ആണ് അല്ലെ? 156 ആണ് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം റേറ്റ് കണ്ടുപിടിക്കാം അല്ലെ? ആദ്യത്തെ റേറ്റ് കണ്ടുപിടിക്കാം, ഇവിടത്തെ റേറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്താ പറയണ? ആ റേറ്റ് 4% ഇൻക്രീസ് ആയാല് 3 വർഷം കഴിയുമ്പോ എത്രയാവും? 800 റുപ്പീസ് എത്രയാവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 156 is equal to എത്രയാണ്? 800 into r into 3 divided by 100. അപ്പൊ ഇത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. r എങ്ങനെ വരും? r is equal to 156 divided by 8 into 3. 3 ഇതിൽ എങ്ങനെ പോകും? 5 2 എന്ന് വരും. 52 divided by 8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? again 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 6 4 26 by 4 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ 26 by 4 എന്ന് പറഞ്ഞാൽ 4.5% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അത് എത്ര കൂട്ടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4% കൂടുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. 26 by 4 plus 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16. 26 plus 16 എത്രയാണ്? 26 plus 10 30. 30 plus 6 30 plus 26 plus 10 36. 36 plus 6 എന്ന് പറയുമ്പോൾ 42 വരും. 42 by 4 എന്ന് വരും. അത് നമുക്ക് എന്ത് കിട്ടും? 42 by 4 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 21 by 2 എന്ന് കിട്ടും. ഇതാണ് പുതിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. പുതിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 21 by 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ SI എങ്ങനെ കണ്ടുപിടിക്കാം? എമൗണ്ട് കണ്ടുപിടിക്കാൻ ആദ്യം പറ്റില്ല, SI ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. 800 into എത്രയാണ്? 21 into ഇവിടെ എത്ര വർഷത്തേക്കാണ്? അടുത്ത 3 വർഷത്തേക്ക് ഡിവൈഡഡ് ബൈ 100 into ഇവിടെ ഒരു 2 ഉണ്ട് അല്ലെ? ആ 2 വെച്ച് ചെയ്യാം. ഇവിടെ 0 0 പോകും, 2 ഇവിടെ പോയാൽ 4 ആവും. ഓക്കെ, അപ്പൊ 4 into 21 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 252 ആണ് അവരുടെ എന്ത് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. നമ്മളോട് എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. 800 plus 252 എന്ന് പറഞ്ഞാൽ എന്താണ്? 800 plus 200 1000 plus 52 1052 റുപ്പീസ് ആണ്
നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 4% ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയണത്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. A certain principal amounts to rupees 15,000 in 2.5 years and rupees 16,500 in 4 years at the same rate of interest. Find the rate of interest. അപ്പോൾ 2.5 വർഷത്തില് 15,000 രൂപയും 4 വർഷത്തില് 16,500 രൂപയും. അപ്പൊ ഇവര് തമ്മിൽ ഇതിന്റെ ഇടയിൽ എത്ര വർഷമുണ്ട്? 1.5 ഇയേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ 1.5 ഇയേഴ്സിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് പറയാം. 1.5 ഇയേഴ്സിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ട്? 16,500 മൈനസ് 15,000 ചെയ്താൽ നമുക്ക് 1,500 എന്നാണ് കിട്ടുക. ഓക്കെ, അത് 1.5 വർഷത്തെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ എന്തായിരിക്കും? 1000 ആയിരിക്കും അല്ലെ? 1.5 വർഷത്തെ 1,500 ആണെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 6 മാസത്തെ 500 എന്ന് കിട്ടും. അപ്പൊ ഒരു വർഷം എത്രയാണ്? 1000 രൂപയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 2.5 ഇയേഴ്സിൽ എത്രയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്? 2,500 ആയിരിക്കും. ദെൻ 4 ഇയേഴ്സിൽ എത്രയായിരിക്കും? 4,000 ആയിരിക്കും. അപ്പൊ ഇതിലെ ഏത് വെച്ച് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് എമൗണ്ട് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെ കിട്ടും? പ്രിൻസിപ്പിള് നമ്മൾ 4 വർഷത്തെയാണ് നോക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4 വർഷത്തെ 4,000 ആണ്. 16,500 ഡിവൈഡ് മൈനസ് 4,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടില്ലേ? മൈനസ് 4,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0,052. 12,500 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത്. അപ്പൊ ഇതിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എത്രയാണ്? 12,500 ഇൻറ്റു ടൈം എത്രയാ? 4 ആണ്. 4 നമുക്ക് ഇവിടെ 1000 ആവും. ഇവിടെ 0 ക്യാൻസൽ ആവും. നമുക്ക് എന്ത് വരും? 1000 ഡിവൈഡഡ് ബൈ 125. ഓക്കെ, 1000 എന്ന് പറഞ്ഞാൽ 2,500 ആണ്. അപ്പൊ 2,500 എന്ന് പറഞ്ഞാൽ 2,250 ആണ്. 250 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ ഒരു 1000-ല് എത്ര 250 ഉണ്ട്? ഇങ്ങനെ തന്നെ നോക്കാം. ഒരു 1000-ല് എത്ര 500 ഉണ്ട്? 2,500 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര 250 ഉണ്ടാവും? 4 250 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എത്ര 125 ഉണ്ടാവും? 8 125 ഉണ്ടാവും അല്ലെ? 4 250-യും 8 125-ഉം ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? 8% എന്നാണ് ആൻസർ വരുന്നത്. 8% ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, കമർ സോൾഡ് 18 ടോയ്സ് ഫോർ rupees 980. 8 ടോയ്സ് എത്ര രൂപയ്ക്കാ കൊടുത്തത്? 18 ടോയ്സ് 980 രൂപയ്ക്ക് കൊടുത്തു. ഓക്കെ, thereby making a loss equal to the cost price of 4 toys. അപ്പൊ അവിടെ ഉണ്ടായ ലോസ് എത്രയാണ്? 4 ടോയ്സിന്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടോയുടെ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. CP മൈനസ് SP ആണ് ലോസ് എന്ന് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ ഒരു ടോയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 18 ടോയ്സിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറയാം? 18x എന്ന് പറയാം അല്ലെ? ഇനി 4 ടോയ്സിന്റെ കേസിലാണെങ്കിലോ, 4 ടോയ്സിന്റെ ആണെങ്കിൽ അത് 4x ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? CP മൈനസ് ലോസ് ആണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇതാണ് ലോസ് അല്ലെ? ഇത് CP ആണ്, ഇത് ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്തത് എത്രയാണ്? 980 റുപ്പീസിനാണ്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 18 മൈനസ് എക്സ് ആണ്. 4 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് 4x ആണ്. അതാണ് ലോസ്. ഇത് ചെയ്താൽ പോരെ? അപ്പൊ എന്ത് കിട്ടും? 980 is equal to 14x. x is equal to 980 divided by 14 എന്ന് കിട്ടും, which is equal to 70. 70 രൂപയാണ് എന്തുണ്ടാ ഒരു ടോയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. 70 രൂപയാണ്
ഒരു ടോയുടെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് അറേഞ്ച് ദ ഗിവൺ ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇങ്ങനത്തെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഡിനോമിനേറ്റർ ഒന്ന് നോക്കുക. ഓക്കെ, നമുക്ക് LCM മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് പോവുകയാണ്, വലിയ വലിയ നമ്പർ ആണെങ്കിൽ LCM മെത്തേഡ് എടുക്കണ്ട, ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, LCM മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക് 9 3 5 നമുക്ക് 45 വരും അല്ലെ. 9ന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ നോക്കേണ്ടത്. 45 വരും. അപ്പൊ 5/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 വരണമെങ്കിൽ ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. 5 into 5 25, 9 into 5 45. അടുത്തത് 3ല് 45 വരണമെങ്കിൽ ഇൻറ്റു 15 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 8 into 15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 into 15 15 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. അപ്പൊ അത് 4 ടൈംസ് ആണ്. 30 into 4 ചെയ്യുമ്പോൾ നമുക്ക് 120 ആണ് കിട്ടുക. അപ്പൊ 120/45 എന്ന് കിട്ടും. ഇവിടെ 45, ഈ 545 ആണെങ്കിൽ ഇൻറ്റു 9 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 7 into 9 63. അടുത്തത് 5 into 9 ചെയ്യുമ്പോഴാണ് നമുക്ക് 45 കിട്ടുക. അപ്പൊ 3 into 9 എന്ത് കിട്ടും? 27 എന്ന് കിട്ടും. ഇനി 9 45 ആവണമെങ്കിൽ ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. അപ്പൊ മേലെ എന്ത് ചെയ്യണം? 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇനി അസെൻഡിങ് ഓർഡർ എഴുതാൻ എളുപ്പമല്ലേ? ഏറ്റവും ചെറുത് ഏതാണ്? 5/45. അതെന്താണ്? 1/9 ആണ്. അടുത്തത് ഏതാണ്? 5 കഴിഞ്ഞാൽ പിന്നെ 25 ആണ്. ദാറ്റ് ഈസ് 5/9 ആണ്. അടുത്തത് ഏതാണ്? 27 ആണ്, വിച്ച് ഈസ് 3/5. അടുത്തത് 63 ആണ്, ദാറ്റ് ഈസ് 7/5. ആൻഡ് ഫൈനലി 8/3. ഇതാണ് അസെൻഡിങ് ഓർഡറിൽ ഫ്രാക്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഫ്രാക്ഷൻ ക്രോസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് വേണമെങ്കിലും ചെയ്യാം. ഇത് രണ്ട് ചെയ്താലും കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് a 100 meter long train passes an electric post in 6 seconds. Then the speed of the train is. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 100 ആണ്, ടൈം 6 ആണ്. 100/6 ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് വരുന്നത്. ഇവിടെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത് അല്ലെ. മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 18/5 ചെയ്താൽ മതി. 6 3s are 18, 5 into 20 is 100. അപ്പൊ എന്ത് വന്നു? 20 into 3 which is 60 km/h ആണ് എന്ത് വരുന്നത്? സ്പീഡ് ഓഫ് ദ ട്രെയിൻ വരുന്നത് 60 km/h. ഓക്കെ, അടുത്തത് a wooden box measures 20/12 into 10. Thickness of wood is 1 centimeter. What is the volume of wood used to make the box? ഓക്കെ, നമ്മളോട് വോള്യം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വോള്യം കണ്ടുപിടിക്കുക? വോള്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു വുഡൻ ബോക്സ് ആണ് അല്ലെ. ലെങ്ത് എത്രയാ തന്നിരിക്കുന്നത്? ലെങ്ത് വുഡിന്റെ തിക്നെസ് നമുക്ക് 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ലെങ്ത് എല്ലായിടത്തും ആ ഒരു 1 സെന്റിമീറ്റർ കുറയും. അപ്പൊ ലെങ്ത് എത്ര വരും? 20 - 2 എന്ന് പറയുമ്പോ വിഡ്ത്ത് രണ്ടിടത്ത് വരും അല്ലെ, 18 എന്ന് വരും. ബ്രെഡ്ത്ത് എന്ത് വരും? 12 - 2 10 എന്ന് വരും. ഹൈറ്റ് എത്ര വരും? 10 - 2 8 എന്ന് വരും. കാരണം എന്താണ്? ഔട്ടർ ബോക്സ് ഒരു ബോക്സ് ആണ് പറയണത് അല്ലെ. ബോക്സിന്റെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വോള്യം ആണ് നമുക്ക് വേണ്ടത്. ഇൻസൈഡിലുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെയാണ് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് പുറത്തുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ്. അപ്പൊ അകത്തേത് നോക്കുമ്പോ എന്താവും? ആ തിക്നെസ് കുറഞ്ഞിട്ടാണ് അകത്തെ മെഷർമെന്റ്സ് വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മൈനസ് ചെയ്തത്. എന്തിനാണ് 2 മൈനസ് ചെയ്ത്? 1 അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് രണ്ട് സൈഡിൽ വരണം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ രണ്ടിടത്ത് മൈനസ് ചെയ്തത്. ഇനി വോള്യം ഓഫ് ഔട്ടർ ബോക്സ്. ഔട്ടർ ബോക്സിന്റെ വോള്യം എത്രയാ വരിക? 20 into 12 into 10 ആണ് അല്ലെ. അപ്പോ 2400 എന്നാണ് നമുക്ക് ഔട്ടർ ബോക്സിന്റെ വോള്യം വരിക. ഇതെന്താണ്? ഔട്ടർ ബോക്സിന്റെ വോള്യം ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്?
നമുക്ക് ഇന്നർ ബോക്സ് രണ്ടും കൂടെ മൈനസ് ചെയ്താലാണ് നമുക്ക് വുഡിന്റെ വോള്യം കിട്ടുക. നമുക്ക് ആ ബോക്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വന്ന വുഡിന്റെ വോള്യം ആണ് ചോദിച്ചിരിക്കുന്നത്. വുഡിന്റെ വോള്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഔട്ടർ ബോക്സിന്റെ വോള്യം മൈനസ് ഇന്നർ ബോക്സിന്റെ വോള്യം ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഔട്ടർ ബോക്സിന്റെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി ഇന്നറിന്റേത് എങ്ങനെയാണ്? 18 into 10 into 8 ആണ് വരിക അല്ലെ? 18 into 10 into 8 എന്ന് വരും. അപ്പൊ എന്ത് വരും? 80 into 18 എന്ന് വരും, which is equal to 1440 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇന്നർ ബോക്സിന്റെ വോള്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? വോള്യം ഓഫ് വുഡ് ആണ് വേണ്ടത്. വോള്യം ഓഫ് വുഡ് നമ്മൾ എങ്ങനെ ചെയ്യും? 2400 മൈനസ് 1440 ചെയ്താൽ മതി. 0 6 വരും. ഇവിടെ 13 minus 4 എന്ന് പറഞ്ഞാൽ 9 വരും. ദാറ്റ് ഈസ് 960 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വുഡിന്റെ വോള്യം എന്ന് പറയണത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെയും ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് കുറച്ച് സ്ലോ ആയിട്ട് ഇടില്ലേ, നമ്മുടെ യൂട്യൂബിനകത്ത് ഒരു ഇതില്ലേ, നമ്മുടെ പ്ലേ ബാക്ക് സ്പീഡ് കുറയ്ക്കാനുള്ളത്. അപ്പൊ ഒന്ന് കുറച്ചിട്ട്, എന്റെ സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ കേട്ട് നോക്കുക. ഓക്കെ, എന്നിട്ടും മനസ്സിലാവണില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ആ ക്വസ്റ്റ്യൻ മാത്രം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് ഞാൻ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇതുവരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി അങ്ങോട്ടേക്കും നമുക്കുള്ള സപ്പോർട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ട് റെഫർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.